അടുത്തതായി അവൾ എത്തിപ്പെട്ടത് അവർ രണ്ടുപേരും അവർ താമസിക്കുന്ന ആ കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഒരു സീൽ തകർക്കാൻ ശ്രമിക്കുന്നിടത്താണ്. അവരുടെ കൊട്ടാരത്തിന് ചുറ്റുമായി ഒരു സീൽ പാലസ് ഹെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തു പോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മുമ്പത്തെ ഒരു മുതിർന്ന ഗ്രാൻഡ് മാസ്റ്റർ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ഈ കൊട്ടാരത്തിന് പുറത്തൊരിടത്തുള്ള മൗണ്ടനിൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പുറത്തു പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാലസ് ഹെഡുകൾ ഇവരെ അതിന് അനുവദിക്കുന്നില്ല. ഗ്രാൻഡ് മാസ്റ്ററുടെ ശരീരം തങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്തോളാം എന്നാണ് പാലസ് ഹെഡുകൾ തിരിച്ച് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പിരിറ്റ് ഫയർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ പുറത്തു പോവാതെ എപ്പോഴും അവിടെ തന്നെ വേണമെന്നാണ് പാലസ് ഹെഡുകളുടെ ആവശ്യം. അവരിങ്ങനെ തങ്ങളെ തടവുകാരെ പോലെ വെച്ചിരിക്കുന്നത് സിമാജിയാവോയുടെ അച്ഛന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം ഈ സീൽ തകർക്കാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കുന്നു. സിമായിയും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പരാജയപ്പെടേണ്ടി വരുന്നു. തിങ്ങാന് ഇത് കണ്ടപ്പോൾ ശരിക്കും വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററുടെ മുന്നത്തെ തലമുറയ്ക്കും പാലസ് ഹെഡുകളുടെ ഈ തടവിൽ തന്നെ കഴിയേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് അവളെ വിഷമിപ്പിക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് അവിടുത്തെ ഒരാൾ വന്ന് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നിടത്താണ് അടുത്തതായി തിങ്ങാൻ എത്തിപ്പെട്ടത്. അതായത് ഇവർക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്ററുടെ ബോഡി കുറച്ച് ആൾക്കാർ ചേർന്ന് പാലസ് ഹെഡുകൾ ഉണ്ടാക്കി കൊടുത്ത ചെറിയൊരു വഴിയിലൂടെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ പുറത്ത് കിട്ടിയ ഉടൻ തന്നെ അവർ ആ ബോഡി അടക്കം ചെയ്യാൻ കൊണ്ടുപോവാതെ ഗ്രാൻഡ് മാസ്റ്ററുടെ കൾട്ടിവേഷൻ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി വീതിച്ച് കഴിക്കുകയായിരുന്നു. ഈ പാലസ് ഹെഡുകൾ എത്രത്തോളം ചെകുത്താന്മാരാണ് എന്ന് തിങ്ങാൻ പോലും ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റു രണ്ടുപേരുടെയും അവസ്ഥ പറയണ്ടല്ലോ. അങ്ങനെ തിങ്ങാൻ അടുത്തതായി എത്തിപ്പെടുന്നത് സിമാജിയാവോയുടെ അച്ഛൻ അവിടമെല്ലാം തീയിട്ട് നശിപ്പിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അദ്ദേഹം ആ കൊട്ടാരം മുഴുവൻ സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് തീയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയപ്പോഴേക്കും പാലസ് ഹെഡുകൾ അങ്ങോട്ടേക്ക് എത്തി എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു. പക്ഷെ അവർക്കെന്തെങ്കിലും മറുപടി കൊടുക്കാൻ നിൽക്കാതെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. സിമായി കുറച്ച് അപ്പുറത്തായി നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തിങ്ങാനും അതിൻ്റെ അടുത്താണുള്ളത്. അദ്ദേഹം മരിച്ചുവെന്ന് കണ്ടപ്പോൾ സിമായി എങ്ങോട്ടേക്കോ പോകുന്നു. അങ്ങനെ തിങ്ങാനും അവരെ ഫോളോ ചെയ്യുന്നു. ഇനി അവിടെ സ്പിരിറ്റ് ഫയർ നിലനിർത്താൻ ശേഷിയുള്ളത് ആകെ സിമായിക്കും അപ്പോൾ അവൾക്ക് ജനിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനുമാണ്. അവരെങ്കിലും മരണത്തിന് വിടാതെ ജീവനോടെ നമുക്ക് പിടികൂടണമെന്ന് ആ പാലസ് ഹെഡുകൾ അവിടെ നിന്ന് പറയുന്നതും തിങ്ങാൻ കേൾക്കുന്നുണ്ട്. സിമായി കുഞ്ഞിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു പോയത്. കുഞ്ഞിനെ ഈ ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുക്കാതെ കൊല്ലാൻ ആദ്യം അവർ തീരുമാനിച്ചതാണ്. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. സ്പിരിറ്റ് ഫയർ അവൻ്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാലസ് ഹെഡുകൾ അവനെ കൊല്ലില്ല എന്ന് മുമ്പ് അവൻ്റെ അച്ഛൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ സ്പിരിറ്റ് ഫയർ അവൻ്റെ ശരീരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതകാലം മുഴുവൻ അസഹനീയമായ വേദന സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യാൻ മനസ്സ് വരാതെ അവനെ കൊന്നുകളയാമെന്ന് അവർ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ എത്രയൊക്കെയായാലും സ്വന്തം കുഞ്ഞല്ലേ. അവർ കുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങുന്നത് കണ്ട് തിങ്ങാനും ഒന്ന് ഞെട്ടിയിരുന്നു. ഇപ്പോഴാണ് അവൾക്കും ആശ്വാസമായത്. അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്പിരിറ്റ് ഫയർ അവൻ്റെ ശരീരത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമമാണ് അടുത്തതായി സിമായി ചെയ്യാൻ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഫ്ലവറിനും അതറിയാം. അവൾ അതിൽ പരാജയപ്പെട്ടാൽ അവർ രണ്ടുപേരും മരിക്കും. അതോടെ ഇവരുടെ ഈ സിമ വംശം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ടാണോ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഫ്ലവർ അവളോട് ചോദിക്കുന്നുണ്ട്. ഇതല്ലാതെ മുന്നിൽ മറ്റു വഴിയൊന്നുമില്ലാതെ സിമായിക്ക് ആ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. തൻ്റെ ശരീരവും ആത്മാവും എല്ലാം അവൾ ആ സ്പിരിറ്റ് ഫയറിന് ബലി കൊടുക്കാൻ തയ്യാറാവുന്നു. പകരമായി തൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് അവൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ തിങ്ങാൻ്റെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് സ്വന്തം ശരീരം ബലി കൊടുത്തുകൊണ്ട് സിമായി സ്പിരിറ്റ് ഫയറിനെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ലയിപ്പിക്കുന്നു. എന്തായാലും അവരുടെ ഈ ശ്രമം വിജയിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ ആ കൊട്ടാരത്തിന് തീയിട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ വംശത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഈ സിമാജിയാവോ മാത്രമാണ്. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തിങ്ങാൻ ഉണരുന്നു. ഉണർന്നപ്പോഴാണ് താൻ ഒരു ശവപ്പെട്ടിക്കുള്ളിലാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. താൻ മരിച്ചു എന്ന് കരുതി ഗ്രാൻഡ് മാസ്റ്റർ തന്നെ അടക്കം ചെയ്തതായിരിക്കും എന്ന് കരുതി അവളൊന്ന് പേടിക്കുന്നു. പെട്ടിയുടെ മുകളിൽ തട്ടുകയും ചെയ്യുന്നുണ്ട്. അവൾ അതിനുള്ളിൽ കിടന്ന് ബഹളം വെച്ച് തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ മൂടി തുറക്കുന്നു. സിമാജിയാവോ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റിരുന്നപ്പോൾ അവളെ കണ്ട് അവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ അവൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന ആ കൈക്കുഞ്ഞിനെയാണ് തിങ്ങാൻ ഇപ്പോൾ ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്നൊന്നും പറയാൻ തോന്നുന്നില്ല. അവനാണെങ്കിൽ ഒരാളെ പറ്റിച്ച സന്തോഷത്തോടെ നിൽക്കുന്ന കൊച്ചുകുട്ടിയുടെ എക്സ്പ്രഷനാണ്. അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് അവൻ നിൽക്കുന്നത്. ആ പൂവ് മണപ്പിച്ച ശേഷം അവൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിരിക്കുന്നു. അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് കരുതി അവൾക്ക് ശരിയായ രീതിയിലൊരു യാത്രയയപ്പ് നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ശവപ്പെട്ടിക്കുള്ളിൽ കിടത്തിയത് എന്നൊക്കെ അവൻ തമാശ പോലെ അവളോട് പറയുന്നുണ്ട്. തിങ്ങാൻ പക്ഷേ ഇതിനും മറുപടിയൊന്നും പറയുന്നില്ല. അവളുടെ സീരിയസ് ആയിട്ടുള്ള നിൽപ്പ് കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിൻ്റെ പോയിസണൊക്കെ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് അവൻ പറഞ്ഞത്. ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർക്കാണ് പോയിസൺ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാകുന്നതെന്നാണല്ലോ അവൻ നേരത്തെ പറഞ്ഞത്. അവൻ്റെ അമ്മ അങ്ങനെ അല്ലല്ലോ, അവരെ കണ്ടിട്ട് നല്ല ദയവുള്ളത് പോലെയാണല്ലോ തോന്നിയത് എന്നൊക്കെ തിങ്ങാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അവൾ അവനോട് സംശയം ചോദിക്കുകയും ചെയ്യുന്നു. ഒരാൾ മരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവും ഒക്കെ ആണെങ്കിൽ ഈ പൂവ് മെഡിസിനായി മാറും. അങ്ങനെ അല്ലാതെ വളരെ വേദനയോടും പ്രതികാര ബുദ്ധിയോടും ഒക്കെ കൂടി ഒരാൾ മരിക്കുകയാണെങ്കിൽ അവരുടെ ഫ്ലവർ പോയിസണായി മാറുകയും ചെയ്യും. അതിന് അവർ ജീവിതകാലം മുഴുവൻ ദുഷ്ടരായിരിക്കണമെന്ന്
ചെയ്യണമെന്നൊന്നുമില്ല എന്ന് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൻ്റെ അമ്മ മരിച്ച സമയത്ത് എങ്ങനെയുള്ള മനസ്ഥിതിയോടെ ആയിരിക്കും മരിച്ചതെന്ന് തിങ്ങാൻ ഇപ്പോൾ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കണം ആ ഫ്ലവർ പോയിസൺ ആയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ സംസാരത്തിൽ നിന്ന് ആ മരിച്ചയാളിൻ്റെ ലൈഫ് സ്റ്റോറി അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകണമെന്ന് അവന് മനസ്സിലാവുന്നു. ആരുടെ ഫ്ലവറാണെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അമ്മയുടേതാണ് എന്ന് അവളിപ്പോൾ പറയുന്നില്ല. അവൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം ഇതിനെക്കുറിച്ച് പറയണ്ട, പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്നാണ് അവൾ കരുതിയത്. ആ പോയിസണിൽ നിന്ന് അവൻ എങ്ങനെയാണ് തന്നെ രക്ഷിച്ചതെന്നും അവൾ സംശയം ചോദിക്കുന്നുണ്ട്. അതെല്ലാം അവൻ്റെ വംശക്കാരായതുകൊണ്ട് തന്നെ ആ പോയിസൺ അവനൊരു പ്രശ്നമല്ല. നല്ലതേതാണ് ചീത്ത ഏതാണ് എന്നറിയാനുള്ള വഴിയും അവൻ്റെ കൈവശമുണ്ട്. അതായത് പൂവ് മെഡിസിൻ ആണെങ്കിൽ അതിന് നല്ല മധുരമായിരിക്കും, മറിച്ച് പോയിസൺ ആണെങ്കിൽ അതിന് നല്ല കയ്പായിരിക്കും. അങ്ങനെ കുറേ അധികം പൂക്കൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അവൻ അവൾക്ക് പറ്റിയ മെഡിസിൻ കണ്ടെത്തിയത്. ആ പോയിസണിനുള്ള മെഡിസിനായിട്ട് മറ്റൊരു പൂ തന്നെ ഉപയോഗിച്ചാൽ മതി. അവനിങ്ങനെ തനിക്ക് മരുന്ന് കണ്ടെത്താൻ വേണ്ടി ആ പൂക്കൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ തിങ്ങാൻ ശരിക്കും ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. നിന്നെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ കൊന്നിരിക്കും. പക്ഷേ നീ മരിക്കണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ, നീ മരിച്ചാൽ പോലും നിന്നെ ഞാൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്നൊരു 5 ഡയലോഗ് കൂടി അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ 3 ദിവസം ഉണരാതിരുന്നിട്ട് ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നിരുന്നവന് തിങ്ങാൻ ചോദിച്ചത്. നിന്നെ അന്വേഷിച്ച് ആര് വരാനാണെന്ന് അവൻ ചോദിച്ചപ്പോൾ, ശരിയാ, എന്നെ അന്വേഷിച്ച് ഇവിടെ ആര് വരാൻ, ഇതിപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഒന്നും വന്നിട്ടില്ലാത്തതുപോലെ ഉള്ള ഒരു ഫീലിംഗ് ആണല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. ഇവിടെ ഇങ്ങനെ അവനൊപ്പം തനിച്ച് താമസിക്കുന്നത് ആകെ ബോറായിരിക്കുമെന്ന് അറിയാവുന്നവരുണ്ട്. ഇപ്പോൾ അവൻ്റെ കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ തൻ്റെ സഹായം ഇവിടെ ആവശ്യമില്ലല്ലോ. തിരികെ താൻ ആദ്യം വന്ന ആ സെക്റ്റിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവന് പക്ഷേ അവളെ വിട്ടയക്കാൻ ഒട്ടും മനസ്സില്ല. അത് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തതിനേക്കാൾ നല്ലത് നിൻ്റെ ആ സെക്റ്റാണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ആണെന്ന് പറഞ്ഞാൽ ഇവന് ദേഷ്യം വരും. മാത്രമല്ല ഇപ്പം എനിക്ക് വേണ്ടി പൂവൊക്കെ ടേസ്റ്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയണ്ട എന്നൊക്കെ തിങ്ങാൻ ചിന്തിച്ച് ചെന്നപ്പോൾ, നീ ആണെന്നെങ്ങാനും പറഞ്ഞാൽ നിന്നെ ഞാനിപ്പോൾ കൊല്ലും എന്നവൻ പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെയാണ് നല്ലതെന്ന് അവൾ പറയുന്നു. ബോറടി മാറ്റാനായിട്ട് റൂളിങ്ങിനെ കാണാനൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ അതിനും പെർമിഷൻ നൽകുന്നില്ല. റൂളിങ് എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും നിനക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അവളെ അന്വേഷിച്ച് പോകണ്ട എന്നാണ് അവൻ പറഞ്ഞത്. അവൾ ഒന്ന് നിരാശയാവുന്നുണ്ടെങ്കിലും പിന്നീട് അവനറിയാതെ സ്നേഹിക്കിനോട് അങ്ങനെ ചോദിച്ചിട്ട് റൂളിങ്ങിനെ കാണാനായി ഒന്ന് പുറത്ത് ചാടാമെന്ന് വിചാരിച്ച് തൽക്കാലം സമാധാനിക്കുന്നു. സെലസ്റ്റിയൽ പാലസിലെ എല്ലാ പാലസുകളും കൂടി ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു മത്സരം നടത്താറുണ്ട്. അതായത് എല്ലാ പാലസുകളിലെയും ഏറ്റവും മിടുക്കരായ ശിഷ്യർ തമ്മിൽ ഏറ്റുമുട്ടും. ഡെത്ത് ഡ്യുവൽ എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു മത്സരം നടക്കുകയാണ്. അവിടെ എല്ലാ പാലസുകളിലെയും മിടുക്കരായ ശിഷ്യന്മാരെല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാലസ് ഹെഡുകളും അവിടെ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ സ്നേക്ക് സിമാജിയാവോയുടെ അടുത്തെത്തി റിപ്പോർട്ട് ചെയ്യുന്നു. സിമാജിയാവോ ഇങ്ങനെ 3 പാലസ് ഹെഡുകളെ മാത്രം കൊന്നിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടത് സ്നേക്കിന് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവരെയും കൊന്നിരുന്നെങ്കിൽ ഒരുമിച്ച് അവൻ്റെ തലവേദന മുഴുവനായിട്ട് ഇല്ലാതായേനേലോ എന്ന് സ്നേക്ക് അവനോട് സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പാലസിൻ്റെ ഭരണം ആര് നടത്തും എന്ന് സിമാജിയാവോ തിരിച്ചു ചോദിക്കുന്നു. പുതിയ ഒരാളെ തിരഞ്ഞെടുത്ത് പുതിയ പാലസ് ഹെഡാക്കിയാൽ പോരായിരുന്നു, അപ്പോൾ അയാൾ കാര്യങ്ങൾ നിയന്ത്രിച്ചേനല്ലോ എന്ന് സ്നേക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ അത്യാഗ്രഹികളാണ്. ആരാണ് ഇതിൽ നല്ലവരെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാത്രമല്ല എന്നെ അത്രയും കാലം പീഡിപ്പിച്ച ഇവരൊക്കെ അങ്ങനെ എളുപ്പത്തിൽ മരിച്ചാൽ ശരിയാവില്ല. എന്നെ പേടിച്ച് അവർക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ട് കുറേ നരകിച്ച ശേഷം മാത്രമേ അവരൊക്കെ മരിക്കാൻ പാടുള്ളൂ എന്ന് സിമാജിയാവോ പറയുന്നു. മെയിൻ പാലസ് ഹെഡായ ഷീയും അവനീ പറയുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നതാണോ എന്ന് സ്നേക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് സിമാജിയാവോ പറയുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, കുട്ടിക്കാലത്ത് ബാക്കിയുള്ളവർ അവനെ ക്രൂരമായി പീഡിപ്പിച്ച സമയത്തൊക്കെ അവനോട് കുറച്ച് കരുണ കാണിച്ചത് ഷീ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ശരിക്കും കൂട്ടത്തിൽ ഏറ്റവും വലിയ അപകടകാരി അയാൾ തന്നെയാണ് എന്ന് സിമാജിയാവോയ്ക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. കാരണം ഒരു തവണ അയാൾക്ക് പകരം മറ്റൊരു ജോലിക്കാരനായിരുന്നു അവന് കുടിക്കാനായി കഞ്ഞി കൊണ്ടു കൊടുത്തത്. അവനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നയാൾ അത് കുടിച്ചോട്ടെ എന്ന് ചോദിച്ച് അവൻ്റെ പെർമിഷനോടെ അത് കുടിക്കുന്നു. ഇതിൽ എന്തെങ്കിലും വിശേഷപ്പെട്ടത് ചേർത്തിട്ടുണ്ടോ എന്ന് സിമാജിയാവോ അയാളോട് ചോദിച്ചപ്പോൾ അവൻ്റെ വംശക്കാരുടെ തന്നെ ബ്ലഡ് അതിൽ കലർത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അവൻ്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷീ അങ്ങനെ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ അവൻ സ്പിരിറ്റ് ഫയർ കൂടുതൽ ശക്തിയോടെ പ്രൊട്ടക്റ്റ് ചെയ്യുമല്ലോ. ആ ജോലിക്കാരനെ സിമാജിയാവോ അപ്പോൾ തന്നെ കൊന്നിരുന്നു. അന്ന് തന്നെ ഈ ഷീയുടെ ദുരുദ്ദേശം അവന് മനസ്സിലായിരുന്നതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അയാളെ ആണ് എന്ന് സിമാജിയാവോ സ്നേക്കിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഷീയുടെ കൾട്ടിവേഷൻ ബാക്കിയുള്ള പാലസെഡുകളേക്കാൾ വളരെ കുറവാണ് എന്നാണ് സ്നേക്കിന് അറിയാവുന്നത്. പക്ഷേ അതും അയാളുടെ തന്ത്രമായിരിക്കാനാണ് സാധ്യത. അയാളുടെ കഴിവുകൾ മറച്ചു വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അയാളോട് ഏറ്റുമുട്ടുന്നത് ഒട്ടും ശരിയല്ല. പതുക്കെ അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതുപയോഗിച്ച് അയാൾക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് സിമാജിയാവോ പറയുന്നു.
ഇവിടെ എത്തിയതിനു ശേഷം തിങ്ങാൻ്റെ ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെട്ടിരിക്കുകയാണ്. അവൾക്കിപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഉണർന്നാൽ മതി താമസിക്കാൻ മെച്ചപ്പെട്ടൊരു മുറി കിട്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇതൊരു റിസോർട്ടിൻ്റെ ഫീലാണ് നൽകുന്നത്. പോരാത്തതിന് അവൾ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും ആ പപ്പറ്റ് ജോലിക്കാർ അവൾക്ക് കുറേ ഡ്രസ്സും ആഭരണങ്ങളുമൊക്കെയായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെ ജോലിക്ക് വേണ്ടെന്ന് സിമാജിയാവോ പറഞ്ഞിരുന്നെങ്കിലും ഷിയുടെ നിർബന്ധം കാരണം ഇപ്പോൾ അവൻ അതിനുള്ള പെർമിഷൻ നൽകിയിരിക്കുകയാണ്. ഡ്രസ്സും ആഭരണങ്ങളുമൊക്കെ കൊണ്ടുവച്ച ശേഷം തിരികെ പോയ അവർ അവൾക്കുള്ള ഫുഡുമായിട്ട് വീണ്ടും വരുന്നു. അതും കൂടി കണ്ടപ്പോൾ തിങ്ങാൻ ശരിക്കും ഹാപ്പിയാവുന്നു. ഈ ജോലിക്കാരെ കണ്ടിട്ട് അവൾക്ക് റോബോട്ടുകളെ പോലെയാണ് തോന്നുന്നത്. അവർ ശരിക്കും മനുഷ്യരാണോ എന്ന രീതിയിൽ അവൾ അതിലൊരാളുടെ മുഖത്ത് പിടിച്ചു നോക്കുന്നൊക്കെയുണ്ട്. അവൾക്ക് കുറച്ച് ചെരുപ്പും മറ്റ് സാധനങ്ങളും കൂടി ആവശ്യമുണ്ടായിരുന്നു. അതുകൂടി കൊണ്ട് തരുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവർ ഒന്നും മറുപടി പറയാതെ അവിടെ നിന്ന് പോകുന്നു. അവർ എസ് ആണോ നോ ആണോ ഉദ്ദേശിച്ചതെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ പുതിയതായി കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സിമാജിയാവോ അങ്ങോട്ടേക്ക് വന്നത്. അവളെയും കൂട്ടിക്കൊണ്ട് അവനെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവർ ചെല്ലുമ്പോൾ മത്സരത്തിന് തയ്യാറായി എല്ലാ പാലസിലെയും ശിഷ്യന്മാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മത്സരം തുടങ്ങാൻ അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നു. പക്ഷേ ആ ഫൈറ്റ് വെറും ഒരു അഭിനയം മാത്രമാണ്. അവർ തമ്മിൽ ശരിക്കുള്ള ഫൈറ്റൊന്നും നടക്കുന്നില്ല എന്ന് സിമാജിയാവോയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. റെസ്ലിംഗ് മത്സരം നേരിട്ട് കാണുന്ന ത്രില്ലിലായിരുന്നു തിങ്ങാൻ. അവൾ കൈയടിച്ച് ഇടയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഫൈറ്റ് ചെയ്യുന്നവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഈ ഗ്രാൻഡ് മാസ്റ്റർ ഇങ്ങനെ നേരിട്ട് വാച്ച് ചെയ്യാൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. എന്തായാലും പാലസിഡുകൾ എത്തുന്നത് വരെ നമുക്ക് ഇങ്ങനെ സമയം പിടിച്ചു നിർത്താമെന്ന് അവർ തമ്മിൽ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലസ് ഹെഡുകൾ അവിടെ എത്തുന്നു. പാലസ് ഹെഡ് ഷിയാണ് സിമാജിയാവോയുടെ മുന്നിലേക്ക് ചെന്ന് അവനിങ്ങനെ നേരിട്ട് മത്സരം കാണാൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിച്ചത്. പേരിന് വേണ്ടി മാത്രമുള്ള ഒരു മത്സരമാണോ അവിടെ നടക്കുന്നത് എന്ന് അവൻ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ, എന്തിനാണ് വെറുതെ പരസ്പരം മുറിവേൽപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഷീ മറുപടി നൽകിയത്. പക്ഷേ ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തി ശിഷ്യന്മാരുടെ കൾട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് തന്നെ ഈ പാലസ് ഹെഡുകളാണ്. എന്നിട്ട് അവർ തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുന്നതിനെ സിമാജിയാവോ ചോദ്യം ചെയ്യുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും അവനെതിരായി പിറുവിറുക്കുന്നുണ്ട്. തങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി ചാവണമെന്നാണ് അവനെ ആവശ്യപ്പെടുന്നതെന്നുള്ള രീതിയിലാണ് അവർ അവനെ വിമർശിച്ച് സംസാരിക്കുന്നത്. അതോടെ സിമാജിയാവോ ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. അവൻ തൻ്റെ ആ സ്പിരിറ്റ് ഫ്ലവറിൻ്റെ ഒരു ഇതൾ മത്സരത്തിൽ വിജയിക്കുന്ന ആളിന് സമ്മാനമായി പ്രഖ്യാപിക്കുന്നു. അതോടെ കാര്യങ്ങൾ ആകെ മാറി മറിയുന്നുണ്ട്. അതുവരെ പേരിന് വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ശരിക്കും വാശിയോടെ തമ്മിൽ പോരടിക്കാൻ തുടങ്ങുന്നു. ആ ഒരു ഇതൾ കിട്ടിയാൽ 1000 വർഷത്തെ കൾട്ടിവേഷനാണ് ഒരാൾക്ക് ലഭിക്കുക. ആരാണത് വേണ്ടെന്ന് വയ്ക്കുക? അങ്ങനെ ശിഷ്യന്മാർ തമ്മിൽ പോരിഞ്ഞടിയാവുന്നുണ്ട്. പാലസ് ഹെഡുകൾക്ക് ഇതെല്ലാം നോക്കി മിണ്ടാതിരിക്കാനേ സാധിക്കുന്നുള്ളൂ. ആ സമയത്ത് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന 2 ശിഷ്യന്മാർ കൂടാതെ വേദിക്ക് ചുറ്റുമായിരുന്ന 100 കണക്കിന് ശിഷ്യന്മാർ ഈ ഫൈറ്റിൽ പങ്കെടുക്കാനായി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിൽ 100ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തങ്ങളുടെ മിടുക്കരായ ശിഷ്യന്മാരെ കൊല്ലുന്നതിന് വേണ്ടി സിമാജിയാവോ മനഃപൂർവ്വമാണ് ഇങ്ങനൊരു നീക്കം നടത്തിയത് എന്ന രീതിയിൽ പാലസ് ഹെഡുകളെല്ലാം കൂടി അന്ന് അവനെ വിമർശിച്ച് ഷിയുടെ മുന്നിൽ പരാതികൾ പറയുന്നുണ്ട്. ഷിയാണല്ലോ അവൻ്റെ ദൂതനായി ഇപ്പോൾ ഇവർക്കിടയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഷി അവനോട് സംസാരിക്കണം എന്നുള്ള രീതിയിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയുമൊക്കെയാണ് അവർ സംസാരിച്ചത്. അതിൽ 1-2 പേർ ഷിയെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നു. സിമാജിയാവോ ഇങ്ങനെ 500 വർഷങ്ങൾ തടവിലായിരുന്ന ശേഷം സ്വതന്ത്രനായതാണല്ലോ, അതുകൊണ്ട് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. എന്തായാലും ഇതിൻ്റെ പേരിൽ അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തിങ്ങാൻ അന്നത്തെ മത്സരവും അവിടുത്തെ ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ട് ആകെ അന്തം വിട്ടിരിക്കുകയായിരുന്നല്ലോ. തിരികെ പാലസിലെത്തി കഴിഞ്ഞപ്പോൾ ആ ഇതൾ കിട്ടിയാലും അവൻ്റെ ബ്ലഡ് കുടിക്കാതെ അവരുടെ ഒന്നും കൾട്ടിവേഷൻ കൂടില്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ അതിനു വേണ്ടി മത്സരിച്ചതെന്ന് അവൾ അവനോട് സംശയം ചോദിക്കുന്നു. അവൻ്റെ ബ്ലഡ് കുടിച്ചവർക്ക് മാത്രമേ ആ ഇതൾ കൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം അവിടെയുള്ള ശിഷ്യന്മാർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും അവർ ഇത്രയും പേർ അതിനുവേണ്ടി മത്സരിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെല്ലാവരും അവൻ്റെയോ അവൻ്റെ വംശക്കാരുടെയോ ബ്ലഡ് കുടിച്ചിട്ടുണ്ട് എന്നാണ്. അവൻ്റെ വംശക്കാർ മരിക്കുമ്പോൾ അവരുടെ ശരീരവും മറ്റും നശിച്ച് അവസാനം ഒരു മുത്ത് മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ്റെ വംശക്കാരുടെ രക്തവും മാംസവും എല്ലാം കൾട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന മെഡിസിനാണ്. മുമ്പ് എൻ്റെ വംശത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ ശരീരം വീതിച്ചെടുക്കാൻ ഈ പാലസ് ഹെഡുകൾ തമ്മിൽ മത്സരമായിരുന്നു. ഇന്ന് അവിടെ കണ്ടത് വെച്ച് അവരെല്ലാവരും ഞങ്ങളുടെ വംശക്കാരുടെ ബ്ലഡ് കുടിച്ചിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും തിങ്ങാന് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. കഷ്ടപ്പെട്ടാണ് അവൾ പിടിച്ചു നിന്നത്. ഡീമൻസുകളുടെ ഇടയിൽ നിന്ന് വന്ന അവൾക്ക് പോലും ഇവിടെയുള്ള പാലസ് മെമ്പേഴ്സിനെക്കാട്ടിലും വിവരവും ബോധവും ഉണ്ടല്ലോ എന്ന് സിമാജിയാവോ ചിന്തിച്ചു പോകുന്നു. അന്ന് രാത്രി അവന് സ്പിരിറ്റ് ഫാൻ്റെ ടോർച്ചറിങ് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല അന്ന് പകൽ നടന്ന സംഭവങ്ങൾ അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കുളിച്ചിട്ടൊന്നും അവൻ്റെ ദേഷ്യം തണുക്കുന്നില്ല. അങ്ങനെ അവൻ തിങ്ങാനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അവൾ റിലാക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കൊക്കെ ഇടാമെന്നുള്ള വിചാരത്തിലായിരുന്നു. ആ സമയത്താണ് സിമാജിയാവോ ഇങ്ങനെ വന്നത്. അവൻ്റെ കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിലിരിപ്പുണ്ടായിരുന്ന വെള്ളരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് തൻ്റെ നെറ്റി അവൻ്റെ നെറ്റിയിലേക്ക് മുട്ടിക്കുന്നു.
കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് അവൾ പിന്മാറുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൻ്റെ കണ്ടീഷൻ നോർമൽ ആയിരുന്നില്ല. അവൾ വീണ്ടും അതേപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ തടഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുന്നു. സാധാരണ അങ്ങനെ പതിവുള്ളതല്ലല്ലോ. അവൻ ഉറങ്ങിയാലും അവൾക്ക് ജോലി കഴിഞ്ഞിട്ട് പോവാൻ പെർമിഷൻ കിട്ടാറില്ല. ഇന്ന് അതിന് വിപരീതമായി ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നേരത്തെ ഉറങ്ങിക്കോളാൻ പറഞ്ഞതല്ലേ, സംശയിച്ചാണെങ്കിലും അവൾ പോയി കിടക്കുന്നു. അപ്പോഴാണ് അവൻ കൂടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവളുടെ ബെഡിലേക്ക് കയറി കിടന്നത്. അവൻ്റെ കൂടെ അവിടെ കിടക്കണോ വേണ്ടയോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. പിന്നെ ഈ ജോലിയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് തോന്നി തൽക്കാലം അവൾ അവിടെ തന്നെ കിടക്കുന്നു. അവൾക്കൊപ്പം കിടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ സ്പിരിറ്റ് ഫാനിൻ്റെ പ്രശ്നമൊക്കെ പൂർണ്ണമായും സോൾവ് ആവുന്നുണ്ട്. അവൾക്ക് സ്പിരിറ്റ് ഫാനിൻ്റെ ടോർച്ചറിങ് കുറയ്ക്കാൻ മാത്രമല്ല തൻ്റെ ദേഷ്യം തണുപ്പിക്കാനും കഴിയും എന്നുള്ള കാര്യം അവന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും സമാധാനത്തെ ഉറങ്ങാം എന്നവൻ കരുതിയതാണ്. അപ്പോഴാണ് അവൾ കൂർക്കം വലിക്കാൻ തുടങ്ങിയത്. അവൻ അന്തം വിട്ടു പോന്നു. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ അവൻ എഴുന്നേറ്റിരുന്ന് അവളെ വിളിച്ചുണർത്തി നിനക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുവെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് ഉറങ്ങുന്നതിന് എന്താണ് കുഴപ്പം എന്നവൾ ഒന്നും മനസ്സിലാവാത്തതുപോലെ ചോദിക്കുന്നു. ഈ സെലസ്റ്റിയൽ പാലസിൽ എല്ലാവർക്കും എൻ്റെ പേര് കേൾക്കുന്നത് തന്നെ പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുവെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അവളെ സംബന്ധിച്ച് ഇപ്പോൾ അതൊന്നൊരു പ്രശ്നമേ അല്ല. എന്നാൽ എൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇത്തിരി കൂടുതലാണെന്ന് കരുതിയാൽ മതി എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. അവനിങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കുന്ന സ്ഥിതിക്ക് തൽക്കാലം അവന് കമ്പനി കൊടുക്കാൻ ഉറങ്ങാതെ ഇരിക്കാം എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ അവൾ ഉറങ്ങിപ്പോകുന്നു. അവളുടെ സ്വഭാവം ഓരോ ദിവസവും അവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.